നമസ്കാരം. ഞാനെന്നോട് ചോദിക്കാനിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ പാലക്കുന്ന് കോട്ടിക്കുളത്താണ്. ഇവിടെ റെയിൽവേ ക്രോസ് കാരണം വലിയ ദുരിതത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ഒപ്പം വലിയ അവഗണനയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ നേരിടുന്നത്. ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുണ്ട്, ഒപ്പം ജനപ്രതിനിധികളുമുണ്ട്. ഏതായാലും ആദ്യം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളിലേക്ക് തന്നെ നമുക്ക് പോവാം. സുരേഷ് ബാബുവാണ് നമ്മോടൊപ്പം ചേരുന്നത്. നിലവിൽ എന്താണ് ഈ കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ നേരിടുന്ന അപകടം, അതുപോലെ തന്നെ ഈ മേൽപ്പാലുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അതായത് ഇന്ത്യ മഹാരാജ്യവും കേരളവും വികസന കുതിപ്പിലാകുമ്പോഴും ഈ ഒരു മൂക്കിൻ്റെ പാലം പോലെയുള്ള ഒരു റെയിൽ ഓവർ ബ്രിഡ്ജ്, നമ്മുടെ റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞ 25 വർഷം കൊണ്ട് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് വരുമെന്ന് 25 വർഷം കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമാണ്. ഇത് നടപ്പിലാവാതിരിക്കുന്നത്, അതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള വിഷയം. അപ്പോൾ വികസനം എന്ന് പറയുന്നത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. പ്രാദേശികമായി എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ മാത്രം നടക്കുന്നില്ല? അപ്പോൾ അതിന് ഉത്തരം പറയേണ്ടതാരാ? സ്വാഭാവികമായിട്ട് അധികാരികളാണ്. ഈ അധികാരികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല രീതിയിൽ പറയുന്നുണ്ട്, അത് ബ്യൂറോക്രസിയുടെ ഒരു കുഴപ്പമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ബ്യൂറോക്രസിയെ കൺട്രോൾ ചെയ്യേണ്ടതാരാ? അധികാരികൾ, ഭരണകൂടം. ഭരണകൂടം എന്ന് പറയുമ്പോൾ ഭരണകൂടത്തിൻ്റെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം സമയബന്ധിതമായിട്ട് ഉണ്ടാക്കണം. എത്രത്തോളം ആൾക്കാരാണ് ഈ ഇതിൻ്റെ അപ്പുറത്ത് ഉള്ളത്? എത്രത്തോളം ആൾക്കാർ ഇത് ബാധിക്കുന്നുണ്ട് ഈ ബുദ്ധിമുട്ട്? ലക്ഷക്കണക്കിന് പേര്. വാഹന സഞ്ചാരം, അതായത് ഒരു നിങ്ങൾ ഒരു ഉദാഹരണം നോക്കിയാൽ മതി. ഒരു ഫയർ എഞ്ചിൻ, ഒരു ആംബുലൻസ് എങ്ങനെ ക്രോസ് ചെയ്ത് മുമ്പോട്ട് പോകും? അപ്പോൾ ജനങ്ങളെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണിത്. കാരണം ഒരു ആംബുലൻസ് ഇവിടെ വന്ന് നിന്നു, ഗേറ്റ് തുറക്കുമോ? ഒരിക്കലുമില്ല. 2-3 ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് ആംബുലൻസ് അല്ല, ഇനി പ്രധാനമന്ത്രി വന്നാലേ അത് തുറക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമാണ് ഇവിടുത്തെ ജനങ്ങൾ മുമ്പ് പ്രയാസപ്പെടുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയന്തിരമായിട്ട്, പ്രത്യേകിച്ച് അല്ലാത്ത ROB പോലെയല്ല, സാധാരണ റെയിൽവേ മേൽപ്പാലം പോലെയല്ല, പ്ലാറ്റ്ഫോം കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു മേൽപ്പാലം എന്നുള്ള രീതിയിൽ ഇതിന് പ്രഥമ പരിഗണന കൊടുത്ത് ചെയ്യേണ്ടതായിരുന്നു. ഇതിനിപ്പോൾ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. പക്ഷേ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ, ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ അത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ ആ രീതിയിൽ തിരിച്ച് അവരെ മനസ്സിലാക്കി കൊടുക്കുന്നൊരു സാഹചര്യം ഇപ്പം നിലവിലിവിടെ ഉണ്ട്. പാലക്കുന്നിലെയും കോട്ടിക്കുളത്തെയും ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ് കേരളത്തിലെ റെയിൽവേ പ്ലാറ്റ്ഫോമിന് നടുവിൽ കൂടി പോകുന്ന ആറാട്ടുകടവ് ബട്ടത്തൂർ ഈ പാതയ്ക്ക് മുകളിൽ ഒരു റെയിൽവേ പാലം നിർമ്മിക്കുക എന്നത്. അതിന് ഈ നാട്ടുകാരുടെ ആഗ്രഹം, പല പ്രവർത്തനം കൊണ്ട് 25 വർഷം മുമ്പ് തന്നെ ഇതിൻ്റെ സ്ഥലമെടുപ്പും അതിനുള്ള സംഖ്യയും എല്ലാ ജനങ്ങൾക്ക് വിധിച്ചു കൊടുത്ത് മുന്നോട്ട് പോവുകയും അതോടൊന്നിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട MP അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. എന്നാൽ നാളിതുവരെ അതിൻ്റെ പ്രവർത്തനവും മറ്റും തുടങ്ങിക്കാണുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അതിനാരെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ, പാര വെക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അതിയായ സംശയമുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ ഈ നിരന്തരമായ ഈ പ്രവർത്തനത്തിന് അറുതി വരാതെ ഞങ്ങൾ ഇനി കാത്തു നിൽക്കുകയില്ല. അതിൻ്റെ എല്ലാ സമരമുറകൾക്കും ഇനി മേലിലും ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങുന്നതായിരിക്കും. അതിനെ എല്ലാ വിഭാഗം സർക്കാരും അതോടനുബന്ധിച്ചുള്ള ഡിപ്പാർട്ട്മെൻറ്റും ഇതിന് മുൻകൈയെടുത്ത് എത്രയും വേഗം കോട്ടിക്കുളം റെയിൽവേ മേൽപ്പാലത്തിന് തുടക്കം കുറിക്കണമെന്ന് വിനീതമായി ഇതോടുകൂടി അഭ്യർത്ഥിക്കുന്നു. ആക്ഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ PV ഉദയകുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നിലവിലെ ഈ ഒരു അവസ്ഥ എന്താണ്? ഇപ്പോൾ ഉദുമ പഞ്ചായത്ത്, പള്ളിക്കര പഞ്ചായത്ത്, പുല്ലൂർ പെരിയ പഞ്ചായത്ത് എന്നീ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ. 2016 പോലുള്ള കാലഘട്ടങ്ങൾക്കകത്ത് നമ്മുടെ അന്നത്തെ സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിൽ മൊത്തം 10 ROBക്കാണ് പ്രാമുഖ്യം നൽകിയത്. അന്നത്തെ ഗവൺമെൻറ്റിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ വേൾഡ് ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ഈ കോട്ടിക്കുളം ROBക്ക് ഫണ്ട് നീക്കിവെച്ചത്. പിന്നീട് മാറി വന്ന ഗവൺമെൻറ് തുടർ നടപടി എന്ന നിലയിൽ ആ ഫണ്ടാണ് ഇപ്പോൾ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിംഗ് ബോർഡിലേക്ക് ഈ ഫണ്ട് മാറ്റി വെച്ചത്. 2016 ഈ ഫണ്ട് മാറ്റി വെച്ചെങ്കിലും
ഇതുവരെയായിട്ട് ഈ മേൽപ്പാല നിർമ്മാണത്തിന് വേണ്ടിയുള്ള സത്വരമായ ഒരു നടപടികൾക്ക് വേണ്ടി ഇതുവരെ സംസ്ഥാന ഗവൺമെൻറ് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ആക്ഷൻ കമ്മിറ്റിയുടെ യോഗത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഉദുമ MLA ഏപ്രിൽ മാസം ഈ മേൽപ്പാല നിർമ്മാണത്തിൻ്റെ പണി ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. കാരണം ഇതിൻ്റെ അകത്ത് 2018 ഒരു എസ്റ്റിമേറ്റാണ്. 2018 എസ്റ്റിമേറ്റിന് 2024 ആദ്യത്തെ ടെൻഡർ നടപടി വരുന്നത്. ആദ്യത്തെ ടെൻഡർ നടപടി ആരും പങ്കെടുക്കാത്തതുകൊണ്ട് റീടെൻഡർ വെച്ചു. അതിൽ ഒരു വ്യക്തിയാണ് പങ്കെടുത്തത്. അപ്പോൾ 2018 ടെൻഡറും 2024 ടെൻഡറുമായിട്ട് 6 വർഷത്തെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുക വേരിയേഷൻ വരുന്നുണ്ട്. 22% വേരിയേഷൻ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ അധിക കോട്ടി വരുന്ന തുകയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വേണം. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട MLA പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിൽ വെച്ച് ചേർന്ന യോഗത്തിൽ വെച്ച് പറഞ്ഞത് ധനകാര്യ വകുപ്പിൻ്റെ സാങ്ഷൻ കിട്ടി, ക്യാബിനറ്റ്സ് നോട്ട്സ് തയ്യാറായി, അടുത്ത ക്യാബിനറ്റിൻ്റെ അകത്ത് വെച്ച് ഇതിൻ്റെ അപ്രൂവലാവും. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ പണി ആരംഭിക്കാമെന്നാണ് MLA ആക്ഷൻ കമ്മിറ്റിയുടെ യോഗത്തിൽ വെച്ച് പറഞ്ഞത്. അപ്പോൾ തികച്ചും പറഞ്ഞെങ്കിൽ MLA ഇതിൻ്റെ അകത്ത് നല്ല ഉത്സാഹപരമായ ഒരു പ്രവർത്തനം നടത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഇവിടെ സ്വകാര്യ മേഖലകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, മറ്റും നമ്മുടെ AE ഓഫീസ് ഉണ്ട്. എല്ലാ സ്ഥാപനങ്ങളും നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ ഈയിടെ നമ്മുടെ CM ഉദ്ഘാടനം ചെയ്ത ഗേറ്റ് വേ സെൻറ്റർ അതിവിടെ ടൂറിസ്റ്റ് വന്നുമ്പോൾ അവരുടെ മണിക്കൂറുകളോളമാണ് അവരുടെ ഈ ഗേറ്റ് ഇവിടെ ബന്ധായി കിടന്നത്. അപ്പോൾ ഇനിയൊരു ടൂറിസ്റ്റ് നമ്മുടെ ഈ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ ഗേറ്റ് വേയിലേക്ക് കടന്നു വരാൻ സാധിക്കും. അതുകൊണ്ട് എത്രയും വേഗം മേൽപ്പാലം നിർമ്മിച്ചെങ്കിൽ മാത്രമേ ഈ നാടിൻ്റെ വികസനം സാക്ഷാത്കരിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാനം ബേക്കൽ കോട്ട, ഒരുപാട് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, വലിയ ടൂറിസം സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. എത്രത്തോളം ട്രെയിനുകളാണ് ഇവിടെ നിൽക്കുന്നത്? എത്രത്തോളം ആ കാര്യത്തിൽ റെയിൽവേ നീതി പുലർത്തുന്നുണ്ട്? റെയിൽവേ പിന്നെ ആ മേഖലകൾക്കകത്ത് ഉദാസീന നടപടിയാകാൻ സാധിക്കുന്നത്. ഇവിടെ കേവലം പിന്നെ കണ്ണൂർ എക്സ്പ്രസ് ആണ് ഉണ്ടായിരുന്നത്. കണ്ണൂർ എക്സ്പ്രസ് കഴിഞ്ഞ P. കരുണാകരൻ ജനപ്രതിയായിരിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് അത് മംഗലാപുരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. അതല്ലാണ്ട് മലബാർ എക്സ്പ്രസ്സും പിന്നെ നമ്മൾ എഗ്മോറും 2 ലോക്കൽ ട്രെയിനും മാത്രമേ ഇവിടെ സ്റ്റോപ്പുള്ളൂ. ഇപ്പം മറ്റുള്ള റെയിൽവേ സ്റ്റേഷനുകൾക്ക് വരുമാന സ്രോതസ് ഉണ്ടാക്കുന്ന ഇവിടുത്തെ ആൾക്കാർ അവിടെ പോയി ടിക്കറ്റ് എടുത്താണ്. ഇവിടെ ഉണ്ടായിരുന്ന ഓൾറെഡി ഒരു റിസർവേഷൻ ഉണ്ടായിരുന്നു. ആ റിസർവേഷൻ പോലും ഇപ്പോൾ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ തത്കാലം ബുക്ക് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഇപ്പോൾ പള്ളിക്കരയെയോ കാഞ്ഞങ്ങാടിനെയോ കാസർഗോഡിനെ ആശ്രയിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ പോലും റെയിൽവേ ഇപ്പോൾ സ്റ്റാഫിൻ്റെ പിന്നെ ഷോർട്ടേജ് കൊണ്ട് ആ റെയിൽവേ റിസർവേഷൻ പോലും ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖലകൾക്ക് ജനങ്ങളോട് റെയിൽവേ വളരെ ഉദാസീനമായ നടപടിയാണ് കാണിക്കുന്നത്. പിന്നെ റെയിൽവേ സോണിൽ അഭിനന്ദിക്കുന്ന ഒരു കാര്യമുണ്ട്. 2.5 വർഷങ്ങൾക്ക് മുമ്പ് ഈ റെയിൽവേക്ക് വേണ്ട സ്ഥലം അക്വയർ ചെയ്ത് RBDCക്ക് കൈമാറി. 2.5 വർഷങ്ങൾക്ക് അപ്പോൾ റെയിൽവേയുമായിട്ട് ഇപ്പോൾ മേൽപ്പാല നിർമ്മാണവുമായിട്ട് റെയിൽവേയെ കുറ്റപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല. 2000 മുമ്പ് തന്നെ റെയിൽവേ ഈ പാലക്കാട് ഡിവിഷന് കീഴിലുള്ള 280 നമ്പർ റെയിൽവേ മേൽപ്പാലത്തിൽ റെയിൽ ROB അനുവദിക്കുകയുണ്ടായി. അതിനുശേഷം ജനങ്ങളുടെ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദ ഫലമായിട്ട് റെയിൽവേ സ്ഥലം ഏറ്റെടുക്കുകയും പിന്നെ അതിനുശേഷം വീണ്ടും നിലച്ചു പോവുകയും ഒന്നും നടക്കാതിരിക്കുകയും ചെയ്തു. പിന്നീടും ജനങ്ങളുടെ ആക്ഷൻ കമ്മിറ്റിയും അതുപോലെ മറ്റ് ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും പിന്നെ നിരന്തരമായ സമ്മർദ്ദത്തിന് പിന്നെ വഴങ്ങേണ്ടി വരികയും പിന്നീട് അത് ആ റെയിൽവേ ഏറ്റെടുത്ത ഭൂമി സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ റെയിൽവേ അത് നിർമ്മിക്കാൻ വേണ്ടി വിട്ടു നൽകുകയും ചെയ്തു. പക്ഷേ പിന്നീട് അതിന് റെയിൽവേ പണം ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. 2.4 കോടി ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് K. കുഞ്ഞിരാമൻ MLA ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ MLA K. കുഞ്ഞിരാമൻ അവർ പിന്നെ MLA ആയിരുന്ന കാലത്ത് 23.6 കോടി രൂപ സംസ്ഥാന സർക്കാരിന് അനുവദിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അത് പിന്നീട് വീണ്ടും സംസ്ഥാന സർക്കാരിന് വീണ്ടും പിന്നെ ആ പൈസ അനുവദിച്ചതിന് ശേഷം വീണ്ടും ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം നീണ്ടു പോയപ്പോൾ വീണ്ടും ഇതിന് ലൈൻ ഇലക്ട്രിഫിക്കേഷൻ വരുന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ കൂടുതൽ സ്ഥലം അക്വയർ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ വീണ്ടും പിന്നെ റെയിൽവേയുമായിട്ട് വീണ്ടും കൂടുതൽ അവരുടെ പിങ്ക് ബുക്കിൽ ഉള്ള ആ ഒരു നിലച്ചുപോവുകയാണ് ഉണ്ടായത്. പിങ്ക് ബുക്കിൽ നിന്ന് പിന്നീട് അത് ഒഴിവാക്കപ്പെടുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായി. പിന്നീട് ഇതിന് ജനറൽ അറേഞ്ച്മെൻറ്റ് ഡ്രോയിങ് GAD സബ്മിറ്റ് ചെയ്യണമെന്നുള്ള ചെന്നൈ ഓഫീസിൻ്റെ ആവശ്യം വരികയും 3-4 ലൈനുകൾക്ക് വേണ്ട സ്ഥലം കൂടി പിന്നെ അക്വയർ ചെയ്യുന്ന അവസ്ഥയും. അപ്പോൾ അത് അക്വയർ ചെയ്തിട്ട് പിന്നീട് റെയിൽവേ ആ പൈസ 2.4 കോടി എക്സ്ക്യൂസ് ചെയ്തു. വീണ്ടും മുഴുവൻ പിന്നെ പണവും അത് അനുവദിക്കുന്ന 50-50 റേഷ്യോയിൽ ഇത് ചെയ്യാം. അതായത് സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും 50-50 റേഷ്യോയിൽ ഇത് ചെയ്യാമെന്നുള്ളതായി. അപ്പോൾ വീണ്ടും ഈ 3-4 പിന്നെ ലൈൻ വരുമ്പോൾ റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ നീളം കൂടുന്നു റീഎസ്റ്റിമേറ്റിലും ഇതിൽ. അപ്പോൾ റീഎസ്റ്റിമേറ്റ് ചെയ്യപ്പെടുകയും വീണ്ടും ബെൽമൗത്ത് അപ്രോച്ച് റോഡിലേക്കുള്ള ബെൽമൗത്തിന് വേണ്ടി വീണ്ടും സ്ഥലം ആവശ്യപ്പെടുക, അത് മുഴുവൻ ഏറ്റെടുക്കുകയും
പിന്നീട് ആ 50-50 റേഷ്യോ എന്നുള്ള രീതിയിൽ അംഗീകരിക്കപ്പെടുകയും സംസ്ഥാന ഗവൺമെൻറ്റും റെയിൽവേയും അപ്പോൾ എല്ലാ തടസ്സങ്ങളും പിന്നീട് നീങ്ങി ഏതാണ്ട് 2.5 വർഷം മുമ്പ് പ്രധാനമന്ത്രി തന്നെ ഏതാണ്ട് 60-ലധികം മേൽപ്പാലങ്ങളും അണ്ടർപാസുകളും അനുവദിക്കുകയുണ്ടായി. അത് കെങ്കേമമായിട്ട് ഇവിടെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ എല്ലായിടത്തും ഉള്ളതുപോലെ ഇവിടെയും അതിൻ്റെ ഒരു നിർമ്മാണോദ്ഘാടനം എന്ന രീതിയിൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ 2-3 കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഫണ്ടിന്റെ അഭാവമില്ല, ലാൻഡിന്റെ പ്രശ്നങ്ങളില്ല, ലീഗൽ ഫോർമാലിറ്റി. സ്ഥലം ഏറ്റെടുപ്പ് എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സം ഇതുണ്ടോ? ഇല്ല, അത് നേരത്തെ തന്നെ അല്ലേ ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ആദ്യം റെയിൽവേ ഏറ്റെടുത്തു, പിന്നീട് അവരതിന് കാശ് ആവശ്യപ്പെട്ടു. അതിന് 2.4 crore സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തു, അതായത് കിഫ്ബിന്നോ RBDC. വീണ്ടും അത് റെയിൽവേ എക്സ്ക്യൂസ് ചെയ്തു. 23.6 കോടി വീണ്ടും ഫണ്ട് അനുവദിച്ചു. പിന്നീട് 3-4 ലൈനിന് വേണ്ടിയിട്ടും ബെൽമൗത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കൂടി അക്യൂർ ചെയ്തു. അപ്പോൾ സ്ഥലം അക്വിസിഷൻ്റെ പ്രശ്നങ്ങളില്ല, ഫണ്ടിൻ്റെ പ്രശ്നങ്ങളില്ല, മറ്റ് ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ല, ഒരു തടസ്സങ്ങളുമില്ല. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഈ 2.5 വർഷം മുമ്പ് പ്രധാനമന്ത്രി ഈ 60-ലധികം അപ്പോൾ PMO ഡയറക്റ്റ്ലി റെസ്പോൺസിബിൾ ആണ്, CMO റെസ്പോൺസിബിൾ ആണ്. അവരൊക്കെ ഇൻവോൾവ്മെൻറ്റ് വളരെ സക്രിയമായിട്ട് ഇതിൽ ആവശ്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇത് എന്തുകൊണ്ട് നീണ്ടുപോകുന്നു എന്നുള്ളതാണ്. കാരണം ഒരു A ക്ലാസ് അല്ലെങ്കിൽ റെയിൽവേയുടെ നോർമലായിട്ടുള്ള എല്ലാ വലിയ പ്രൊജക്റ്റുകളും ചെയ്യുന്ന അത്തരമൊരു കോൺട്രാക്ടർ ഗതാഗതം തടസ്സപ്പെടാതെ ഇത് നടത്താൻ വേണ്ടിയിട്ട് അത് ULCC പോലുള്ള കോൺട്രാക്ടേഴ്സ് എന്തുകൊണ്ട് മടിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ അധികാരികൾക്ക് എന്തുകൊണ്ട് അവരെ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതും ഒരു കൺസേൺഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കാർ വന്നു കഴിഞ്ഞാൽ, അത്തരം കോൺട്രാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇനി അഥവാ മൂല്യത്തിൻ്റെ പ്രശ്നമാണ് 2-3 വർഷം കൊണ്ട് ഈ 22% എന്നുള്ളതാണെങ്കിൽ അതും ധനമന്ത്രാലയത്തിന് അല്ലെങ്കിൽ കൺസേൺഡ് അതോറിറ്റിക്ക് അതുമായിട്ട് ചർച്ച ചെയ്തിട്ട് അത് അപ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടല്ലല്ലോ ഓരോ കാര്യങ്ങളും വരുന്നത്. അതിനൊരു ഹയറാർക്കിയും അതേപോലെ അതിനൊരു സിസ്റ്റം ഉണ്ടല്ലോ. എവിടെയൊക്കെയാണ് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത്, എവിടെയൊക്കെയാണ് വളരെ അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ ഒരു അത്യാഹിത ഘട്ടത്തിൽ ഒരു ആംബുലൻസോ അല്ലെങ്കിൽ വേറൊരു ഫയർ എഞ്ചിനോ പോകേണ്ടത് അതുപോലും തടസ്സപ്പെടുന്നു. അതേമാതിരി കേരളത്തിലെ പാലക്കാടിന് അണ്ടറിലുള്ള ഞാൻ അറിഞ്ഞെടുത്തോളം ഈ പ്ലാറ്റ്ഫോമിനകത്തൂടി കടന്നു പോകുന്ന ഒരേ ഒരു സ്റ്റേഷൻ ഇതാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ അമ്മയുടെയൊക്കെ ആംപിറ്റേഷൻ ഫുൾ 100% ആംപിറ്റേഷനില്ല, കാലൊക്കെ മുറിച്ച് കളഞ്ഞതാണ്. അവിടുന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ കോച്ച് പൊസിഷൻ ഇവിടെ വിളിച്ച് ചോദിക്കേണ്ടി വരുന്നു. ഇല്ലെങ്കിൽ അങ്ങനെ പല അവസരത്തിലും ഇവിടെ ആവുന്നു. ഇതിൻ്റെ ഈ S6-ലോ അല്ലെങ്കിൽ S7-ലോ വരുന്ന സമയത്ത് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം അതിന് നടുവിലാണ് അത് വരുന്നത്. കാരണം ഇവിടെ പ്ലാറ്റ്ഫോം ഇല്ലല്ലോ 2 സൈഡിലും, കാരണം ഇതിൽ മുറിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ അത്തരം പ്രശ്നങ്ങളുണ്ട്. അതുപോലെ വളരെയധികം ആൾക്കാർ, പ്രത്യേകിച്ചിട്ടും ബേക്കൽ കോട്ട അടുത്തുള്ളതുകൊണ്ട് വളരെയധികം ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ് ഇത്. ഇവിടെ പ്രധാനപ്പെട്ട വണ്ടികൾക്കുള്ള സ്റ്റോപ്പുകൾ ഇവിടെ ഇല്ല, റിസർവേഷൻ സൗകര്യം ഇവിടെ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ ഈ പരിസരത്ത് താമസിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്ക് ആവശ്യം ഉന്നയിക്കാനുണ്ട്. എന്തായാലും സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയായി, ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങളൊന്നുമില്ല. എന്നിട്ടും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ അതിനെതിരെ തന്നെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ഇതെല്ലാം ആക്ഷൻ കമ്മിറ്റി വലിയ തോതിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നിട്ടിറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ചെറിയൊരു ഇടവേള. ഉള്ളതാണ് ഞങ്ങൾ നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ്. 2018 ഇതിനെ ഈ കോട്ടയക്കുളം റെയിൽവേ സ്റ്റേഷനെ ടൂറിസ്റ്റ് സ്റ്റേഷനാക്കാനുള്ള ഒരു പ്രപ്പോസൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്തുകൊണ്ട് വെച്ചാൽ 3 പ്രധാനപ്പെട്ട റിസോർട്ടുകൾ ഈ പഞ്ചായത്തിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന 3 റിസോർട്ടുകൾ, അപ്പോൾ അത്രയും ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ബേക്കൽ കോട്ട പോലുള്ള വളരെ നാഷണൽ ലെവലിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടി ഇവിടെ ഉണ്ട്. ഇത്രയും ടൂറിസ്റ്റുകൾ വരുമ്പോൾ എത്രയോ പ്രാവശ്യം ടൂറിസ്റ്റുകൾ അടുത്ത ഉദ്ഘാടനം ചെയ്ത ഗേറ്റ് വേ റിസോർട്ട് ഇതിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ അവിടത്തേക്ക് ടൂറിസ്റ്റുകൾ മിനിയാന്ന് വരുമ്പോൾ 3 വണ്ടികളാണ് ഇവിടെ കുടുങ്ങിയത്. ഒരുപാട് സമയം കുടുങ്ങിക്കിടന്നു. അപ്പോൾ അത്തരം ആളുകൾക്ക് ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ പറയുകയാണ് എല്ലാവരും ഇതാണ് കൂടുതൽ ടൂറിസത്തിൻ്റെ വികസനം ഉണ്ടാവുന്നത്. അപ്പോൾ അതിനൊക്കെ ആ ടൂറിസത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ മേൽപ്പാലം വരേണ്ടത്. അപ്പോൾ അതൊക്കെ എത്ര തവണ ആയിക്കഴിഞ്ഞാലും ഗവൺമെൻറ്റിൻ്റെ അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാലും അത് സംഭവിക്കുന്നില്ല അതാണ് ഒരു യാഥാർത്ഥ്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടുത്തെ ഈ ചുറ്റുവട്ടത്തുള്ള പൊന്നുമ്പലേക്കുള്ള സ്ഥലമാണ്. പൊന്നുമ്പലയാണ് ഇപ്പോൾ ഇവിടെ സ്ഥലത്തിനുള്ളത്. അപ്പോൾ ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട് ഈ മേൽപ്പാലം വരാൻ വേണ്ടിയിട്ട് സ്ഥലം വിട്ടുകൊടുത്തവർ പൊന്നുമ്പലേക്കുള്ള സ്ഥലമാണ് അവർ വിട്ടുകൊടുത്തിരിക്കുന്നത്. അവർക്ക് ഇപ്പോൾ പറയാൻ തുടങ്ങി. ഈ 20-25 വർഷമായിട്ട് നടക്കാതിരിക്കുമ്പോൾ അവർ പറയാണ് ഞങ്ങൾ തിരിച്ചു വന്നോളൂ, ഞങ്ങളൊരു കോടതിയിൽ പോകും, ഞങ്ങൾക്ക് വേണ്ട. കാരണം ഇത്ര കാലമായിട്ട് ഇത് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാതെ നേരത്തെ ഇവിടെ സുഹൃത്തുക്കൾ സംസാരിച്ച പോലെ ഒന്നും തടസ്സം എവിടെയും കാണുന്നില്ല. ആരുടെ ഭാഗത്തും തടസ്സമില്ല, രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ ഗവൺമെൻറ് ഭാഗത്ത് ആരും തടസ്സമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് നടക്കുന്നില്ല? കോട്ടിക്കുളം ഇതിന് മുൻപേ
വന്നവരും ഇതിന് ശേഷം വന്നവരും ഇതിൻ്റെ ഇതിൽ വന്ന എല്ലാ മേൽപ്പാലങ്ങളും പണി നടന്നു കഴിഞ്ഞു, പിന്നെ തുറന്നു കൊടുത്തു. പക്ഷേ കോട്ടിക്കുളം മാത്രം ഇല്ല. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നില്ല? ഇത് എത്രയും വേഗം, ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല ഇവിടെ പറയുന്നത്, രാഷ്ട്രീയമല്ല പറയുന്നത്, പക്ഷേ ഞങ്ങൾക്ക് നാടിൻ്റെ ഡെവലപ്മെൻറ്റാണ് മുഖ്യമായ വിഷയം. ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇന്നത്തെ ഇനി വരുന്ന തലമുറകൾക്ക് കൂടി അവർക്കും കൂടി ഈ മേൽപ്പാലം എന്ന ഇത് ഒരു നമ്മളെ ആഗ്രഹം സഫലമായി അവർക്കും കൂടി യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണേ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്, പ്രാർത്ഥിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു അവസ്ഥ എന്താണ്? എത്രത്തോളം ട്രെയിനുകൾ ഇവിടെ നിർത്തുന്നുണ്ട്? എന്താണ് റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളുടെ, ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആദർശ് സ്റ്റേഷനായി പ്രഖ്യാപിച്ചൊരു സ്റ്റേഷനായിരുന്നു കോട്ടിക്കുളം ആദർശ്. പക്ഷേ ആദർശിൻ്റെ പേരിൽ മാത്രമേ ഉള്ളൂ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. കേവലം ഉണ്ടായിരുന്ന ഒരു റിസർവേഷൻ സൗകര്യമെങ്കിലും അടുത്ത കാലത്തായി ഇത് എടുത്തു കളഞ്ഞു. പിന്നെ ഒരുപാട് വർഷത്തെ ഞങ്ങൾ ആവശ്യമായിരുന്നു പരശുറാം ട്രെയിനിനൊരു സ്റ്റോപ്പ് വേണം, ഏറനാട് ട്രെയിൻ സ്റ്റോപ്പ് വേണമെന്നുള്ളത്. കളക്ഷൻ്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ജില്ലയിൽ മറ്റ് സി ക്ലാസ് ഡിവിഷനെ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു കളക്ഷനുള്ള സ്റ്റേഷൻ കൂടിയാണ്. അതിന് നമ്മൾ ആവശ്യപ്പെട്ട ട്രെയിൻ പോലും എത്തുന്നില്ല. രാവിലെ 2 ട്രെയിനുകൾ ഉണ്ടാവും, പിന്നീട് നമ്മൾ വൈകിട്ട് 2 ട്രെയിനുകൾ. അല്ലാതെ നമ്മൾ ഈ എല്ലാ ട്രെയിനുകളും പോകുമ്പോൾ ഇങ്ങനെ കൈയും കെട്ടി നോക്കുക, മേൽപ്പാലം അടഞ്ഞിട്ട് അവിടെ നിൽക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല സമയവും മേൽപ്പാലത്തിൽ കുരുങ്ങിയിട്ട് പോകുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത്. 98 കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച ഈ പദ്ധതി പിന്നീട് 2004 റെയിൽവേ ഏതാണ്ട് 1.2 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിരുന്നു. പിന്നീട് തുടർ പ്രവർത്തനം നടത്താത്തതുകൊണ്ട് പിങ്ക് ബുക്കിൽ നിന്ന് പോലും ഈ പദ്ധതി എടുത്തു കളിയാകുന്നുണ്ടായത്. പിന്നീട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP വന്നതിന് ശേഷം പാർലമെൻറ്റിൽ ഉന്നയിക്കുകയും റെയിൽവേ സഹമന്ത്രി ഇതിന് അനുകൂലമായി പ്രവർത്തിച്ചുകൊണ്ട് ഏതാണ്ട് 1 വർഷത്തിൻ്റെ അകത്ത് നമുക്ക് റെയിൽവേൻ്റെ ഫൈനൽ അപ്രൂവൽ 2023 ജനുവരിയിൽ കിട്ടുകയുണ്ടായി. പിന്നീട് കേരള സർക്കാരിന് ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഏതാണ്ട് 26 മാസം ആയിട്ടും ഈ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പം നിലവിൽ നേരിടുന്ന മെയിനായിട്ടുള്ള പ്രശ്നം സിംഗിൾ ടെൻഡറാണെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കൂടാതെ ടെൻഡർ എടുത്തിട്ടുള്ളത് 22% കൂടുതലാണ്. നെഗോഷിയേറ്റ് ചെയ്തിട്ട് 21% എബവ് കോട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന് തക്കമായ കാരണമുണ്ട്. അതായത് ഈ RBDCക്ക് തയ്യാറാക്കിയിട്ടുള്ള എസ്റ്റിമേറ്റിൽ പല ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ കോൺട്രാക്ടർ ഇത്രയും അധികം തുക ആവശ്യപ്പെട്ടെന്നുള്ള RBDCക്ക് ബോധ്യപ്പെട്ടതും RBDCക്ക് അത് കൃത്യമായ ജസ്റ്റിഫിക്കേഷൻ കൂടെ തന്നെയാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഫയൽ അയച്ചിട്ടുള്ളത്, PWD സെക്ഷനിലേക്ക്. എന്നാൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഫയൽ നിരസിക്കുകയായിരുന്നു. ഇത് അധികം കോട്ട് കൂടുതലാണ്, അതുപോലെ ഇത് റീഎസ്റ്റിമേറ്റ് ചെയ്ത് വേണ്ട കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി വേണം ഇത് ചെയ്യാനെന്നിട്ട് നിരസിക്കുകയാണെന്നുണ്ടായി. അതേസമയം കൊല്ലം ജില്ലയിൽ ULCC എടുത്ത ഒരു വർക്ക് ഏതാണ്ട് 48.9% കൂടുതൽ എബവ് കോട്ട് ചെയ്തിട്ടുള്ള വർക്ക് അതേ സമാന സമയത്ത് അനുവദിച്ചു പോയി. പക്ഷേ എന്തുകൊണ്ടോ 25 വർഷത്തിൻ്റെ മുകളിൽ ഞങ്ങൾ കാത്തു നിൽക്കുന്ന ഈ ROBക്കുള്ള ഫയല് നമ്മളിത് നിരസിച്ച് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. 20-25 വർഷത്തോളമായിട്ട് നമ്മുടെ ROBക്ക് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾ മൊത്തം മുറവിളി കൂട്ടുന്നതാണ്. എന്നാലും ഇത് എന്തുകൊണ്ട് ഇത് ബാക്കിയുള്ളവർ കണ്ടു തുറക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വിഷമമുണ്ട്. ഇത്രയും കഷ്ടത അനുഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈയുടെ പ്ലാറ്റ്ഫോമിൽ അവിടെ ഇറങ്ങാനുള്ള അവസരം അത് ഞങ്ങൾക്ക് പേടിച്ചുകൊണ്ടാണ്. വണ്ടിക്ക് പോകുമ്പോൾ എങ്ങനെ ഇപ്പോൾ ആ ഭാഗത്ത് എത്തുമോ, അവിടെ ഇറങ്ങണം എങ്ങനെ, ഏത് സമയത്തായിരിക്കും നമ്മൾ അവിടെ ഇറങ്ങാൻ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അതുകൂടാതെ തന്നെ ഈ ROBൻ്റെ 25 വർഷം വളരെയധികം കഷ്ടപ്പെട്ട് ഈ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. അതിനുള്ള പല പ്രശ്നങ്ങളും തരണം ചെയ്തിട്ട് ഇവിടത്തേക്ക് എത്തിയിട്ട് അവസാന ടെൻഡർ നടപടിക്കും ആളില്ലാത്തതുകൊണ്ട് അവരെയൊക്കെ വിളിച്ച് ചേർത്തുകൊണ്ട് അതിനുള്ള ഒരു ടെൻഡർ നടപടി കൂടി എടുപ്പിച്ച ശേഷം അവസാന നിമിഷത്തിൽ നിങ്ങൾക്ക് ആ പണി തുടങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ജനങ്ങൾക്ക് തന്നെ ഭയങ്കര. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ജനങ്ങൾ കൂടിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചത് തന്നെ. അപ്പം എത്രയും പെട്ടെന്ന് ഞാൻ തിരുവനന്തപുരം പോയി അവിടെ അവരെ പൊതുമരാമത്തിൻ്റെ സെക്രട്ടറിനെ കണ്ടു. പക്ഷേ എന്നിട്ടും അയാൾ പറയുന്നത് നമ്മളെ ഫയൽ അടിയുണ്ട് അവരും പരിധി നോക്കുന്നതിനുണ്ട്. പക്ഷേ റിയാസ് മന്ത്രി ഇല്ലാത്തതുകൊണ്ട് നമുക്കത് സംസാരിക്കാനും പറ്റിയില്ല. അത് നമ്മൾ എത്രയും പെട്ടെന്ന് അത് പരിശോധിക്കാം. MLA കുഞ്ഞമ്മ MLA സാറ് നമ്മൾക്ക് പറഞ്ഞപ്പോൾ അതൊരു
സാറിന് പിന്നെ എന്തോ ആടെ ഒരു ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. ആ തെറ്റ് പറ്റിയത് ഞങ്ങൾ തിരുത്തി സാറ് കൂടി ഞങ്ങൾ ഒന്നിച്ച് നിന്നും കൊണ്ട് ആ ടെൻഡർ എടുത്തവരെ കൊണ്ട് തന്നെ വീണ്ടും ആ പണി പൂർത്തീകരിക്കാനും അതിന് ക്യാബിനറ്റിൻ്റെ അനുമതി വാങ്ങിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് ഈ നടപടി പിന്നെ ടെൻഡറിൻ്റെ ഇത് പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യം. അത് എല്ലാവരും ഒന്നിച്ച് ചേർന്ന് നമ്മൾ ആരും രാഷ്ട്രീയമായിട്ട് കുറ്റപ്പെടുത്തുന്നതല്ല. എല്ലാവർക്കും തെറ്റ് പറ്റും. നമ്മൾ എത്ര വർഷങ്ങളായി ഭരിക്കുന്നവരാണ്. അവർക്കറിയാം എന്തുകൊണ്ട് ഈ പാലത്തിന് മാത്രമായിട്ട് ഇങ്ങനെ ഒരു ഇത് ഇല്ലാത്ത ഒരു കാര്യം എടുത്തു വെക്കുക. ഏത് സ്ഥലത്തും പാലം വന്നു കഴിഞ്ഞു. നമ്മുടെ ഈ പാലക്കുന്നിൻ്റെ ഈ കോട്ടുകളം മാറുമ്പോൾ മാത്രം വരുന്നില്ല. അപ്പം നല്ലൊരു വിഷമം. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മീഡിയ ആരായാലും ഞങ്ങൾ ഒന്നിച്ച് നിന്നും കൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ടെൻഡർ എടുപ്പിച്ചുകൊണ്ട് ഇപ്പം ഷാസ് പറഞ്ഞു അതിന് എബോ ആയാൽ കുറേ പൈസ അത് മുമ്പേ വെക്കേണ്ടി വരും. നമുക്ക് ഈ ഇതിൽ വെച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ ടെൻഡറിൻ്റെ നടുവിട്ട് നമുക്ക് പണി തുടങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രതിനിധികൾ കൂടി നമ്മോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും കോട്ടിക്കുളം യൂണിറ്റ് പ്രസിഡന്റ് ജംഷീദാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഈ വ്യാപാരികളെ ഏത് രീതിയിലാണ് ഇത് ബാധിക്കുന്നത്? വളരെ കാലത്തെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ്. 25 വർഷത്തോളം കാലം ഇതിന് സ്ഥലമേറ്റെടുത്ത് അതിൻ്റെ പഴക്കമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇത് ഇന്നും ഒരു യാഥാർത്ഥ്യമായിട്ടില്ല. ഇത് വ്യാപാരികളെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഗേറ്റ് അടഞ്ഞു കിടക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷന് മധ്യത്തിലൂടെ പോകുന്ന റോഡായതുകൊണ്ട് ഗേറ്റ് അടഞ്ഞു കിടക്കുമ്പോൾ 10-15 മിനിറ്റ് അടഞ്ഞു കിടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വാഹനങ്ങളുടെ നീണ്ട നിര പാലക്കുന്ന് ടൗണിലും അതിൻ്റെ അപ്പുറത്തേക്ക് നീളുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ നീണ്ടു വരുന്ന സമയത്ത് ഇതിൻ്റെ ഇരുവശങ്ങളിലും പാലക്കുന്നിലയുടെ ഒരു മെയിൻ കച്ചവട കേന്ദ്രമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇരുവശത്തുമുള്ള കടകളിലേക്കുള്ള ആൾക്കാർക്കുള്ള പാർക്കിങ്ങും അതോടൊപ്പം തന്നെ സാധനം വാങ്ങാനോ ഇറങ്ങാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ്. അതുപോലെ തന്നെയുള്ള ഒരു അവസ്ഥയാണ് ഈ ഗേറ്റ് തുറന്നു കഴിഞ്ഞാലും രണ്ട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ വരികയും പലപ്പോഴും കയ്യാങ്കളിയിലേക്കും വാക്കേറ്റത്തിലേക്ക് ഈ ഒരു ബ്ലോക്ക് ഇവിടെ എത്തിപ്പെടാറുണ്ട്. 10 മിനിറ്റ് അടച്ചു കഴിഞ്ഞാൽ തന്നെ 1-2 വണ്ടികൾ പോകുമ്പോഴേക്ക് തന്നെ 10-100 വണ്ടികളുണ്ടാകും ഇരുവശങ്ങളിലായിട്ട്. അത് കറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് വണ്ടി എടുത്ത് പോകാൻ പറ്റാത്തൊരു സ്ഥിതി വരുമ്പോഴേക്ക് ആളുകൾ വാക്കുകളിലേക്കും അല്ലെങ്കിൽ അതിനപ്പുറം ഇറങ്ങി അടിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ ഇതിനു മുമ്പ് എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് കച്ചവടക്കാരെ മെയിനായിട്ട് ബാധിക്കുന്നൊരു പ്രശ്നം. എന്നിരുന്നാലും നമ്മുടെ നാട്ടുകാരുടെ ഒരു ആവശ്യം ഇത് എത്രയും പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാക്കി ഈ ഒരു പാലം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം. അതിനുള്ള നടപടികൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും ജനങ്ങളുടെ ഒരു ആഗ്രഹമാണിത്. സർവകക്ഷി ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ MA ഖാദർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നിലവിൽ ഇപ്പോൾ 25 വർഷത്തോളമായി ഒരു കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. രണ്ട് ഭാഗത്തേക്കും അപ്പുറം പോകാൻ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ആംബുലൻസ് ഉൾപ്പെടെയുള്ള വഴി മുടക്കുന്ന ഒരു സാഹചര്യമൊക്കെ. എങ്ങനെയാണ് ഇതിനെ നമുക്ക് ഇതിന് മുന്നോട്ട് എങ്ങനെയാണ് കൊണ്ടുപോകുക? ഇവിടെ ഇപ്പോൾ സംസാരിച്ച മറ്റ് എല്ലാവരും അതിനെക്കുറിച്ച് വിശദമായ ഒരു സ്റ്റാറ്റസ് ഓൾറെഡി തന്നു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴുള്ള സ്റ്റാറ്റസ് ഞാൻ പറയാം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക്. അതായത് ഈ PWD വകുപ്പ് 3.5 മാസം കഴിഞ്ഞിട്ട് ഈ ഫയൽ തിരിച്ച് ഇപ്പോൾ വീണ്ടും RBDCK ആണ് ഇത് കൺസ്ട്രക്ഷന് ഉത്തരവാദിത്തമുള്ളത്, അവർക്ക് തിരിച്ചയച്ചു. അപ്പോൾ അതിൽ റീടെൻഡറും എസ്റ്റിമേറ്റുമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വീണ്ടും RBDCK ഇത് റീകൺസിഡർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഫയൽ PWD സെക്രട്ടറിക്ക് തിരിച്ചയച്ചിട്ടുള്ളതായിട്ടാണ് അറിവ്. അപ്പോൾ ഇതിന് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമില്ല. കാരണം 19.6 കോടി രൂപ ഓൾറെഡി കിഫ്ബി മുഖേന അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഇപ്പോൾ ലെവൽ ക്രോസ് വിമുക്ത കേരളം എന്നുള്ള PWD വകുപ്പിൻ്റെ തീരുമാനവും പറയുന്ന ഒരു സാഹചര്യത്തിൽ ഈ പാലം മാത്രം വേണ്ടത്ര രാഷ്ട്രീയ സമ്മർദ്ദമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ പെൻഡിങ് ആയി കിടന്നത്. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും ഗവൺമെൻറ് ഇപ്പോൾ ഇത് തിരിച്ചയച്ചിരിക്കാണല്ലോ PWD സെക്രട്ടറിക്ക്, കൺസിഡർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കാണുന്നൊരു കാഴ്ച ഇവിടെ റോഡിന് മധ്യ ഈ ട്രെയിൻ നിർത്തി ആളുകൾ ഇറങ്ങേണ്ടയൊക്കെ സാഹചര്യം, അതൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്? അത് തികച്ചും അപകടകരമാണ്. ആക്ച്വലി നമ്മൾ അറിവ് പ്രകാരം ഇത് ഈ പാലം വരാനുള്ള കാരണം ഇവിടുന്ന് സാധാരണ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ആവശ്യപ്പെടുന്നത് ഇന്ന സ്ഥലത്തൊക്കെ ഓവർ ബ്രിഡ്ജ് ആവശ്യമുണ്ടെന്ന്. അതിന് ഗവൺമെൻറ് കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്, അതായത് ട്രാഫിക് ഫ്ലോ ഇതൊക്കെ. ആ പാരാമീറ്റർ മീറ്റ് ചെയ്യാത്ത ലെവൽ ക്രോസ് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല. ഇത് എന്നേ മീറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ പാരാമീറ്ററൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കൗണ്ടർ പ്രപ്പോസൽ എന്തായിരുന്നു വെച്ചാൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഓവർ ബ്രിഡ്ജ് ഗവൺമെൻറ് അക്വയർ ചെയ്ത സ്ഥലത്ത്, സെൻട്രൽ ഗവൺമെൻറ് റെയിൽവേ അക്വയർ ചെയ്ത സ്ഥലത്ത് ഓവർ ബ്രിഡ്ജ് പണിയാനുള്ള അനുവാദം മാത്രം മതി. ആ അനുവാദം അൺകണ്ടീഷണലായിട്ട് 27 മാസം മുമ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
പക്ഷേ അതിനുശേഷമുള്ള ടെൻഡർ നടപടികളാണ് പിന്നെ വേണ്ടത്ര അതായത് ഒരു ഈ സമയം കൊണ്ട് അതായത് 24 മാസമാണ് ഇതിൽ മൊത്തം ഡിസൈനിങ്ങിനും കൺസ്ട്രക്ഷനും കൂടി ടെൻഡർ ഷെഡ്യൂൾ അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓൾറെഡി 27 മാസമായി. ഈ സമയം കൊണ്ട് നമ്മൾ ഈ പാലത്തിൽ കൂടി പോകേണ്ടതായിരുന്നു. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാനുള്ള കാരണം ഈ നമ്മളെ പിന്നെ കേരള ഗവൺമെൻറ് PWDയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പിന്നെ വീഴ്ചയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്താണ് ഈ സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി എന്താണ് ഈ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഈ സർവകക്ഷി ആക്ച്വലി ഇതിനുണ്ടായിരുന്ന പ്രധാന തടസ്സം റെയിൽവേയുടെ അനുവാദവും ഈ ലാൻഡ് പിന്നെ ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ പിന്നെ MP മുഖേന പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. റെയിൽവേ സഹമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ട് അതൊക്കെ ക്ലിയർ ചെയ്തു. ഒരു വർഷം എടുത്തിട്ടുള്ളൂ അതൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ നിലക്ക് അത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. കാരണം അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് വീണ്ടും പ്രതിസന്ധിയിലാവുമായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ 27 മാസമാണ് നമ്മളിപ്പോൾ ആക്ഷൻ കമ്മിറ്റി MLA മുഖേന ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ എവിടെയോ എന്തോ ഒരു പാളിച്ച പറ്റിയതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത്ര 27 മാസം വേണ്ടാന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിന് നമ്മൾ പിന്നെ പല രീതിയിലുള്ള ആക്ഷൻ എടുക്കുന്നുണ്ട്. ഒന്ന് മന്ത്രിതലത്തിൽ നമ്മൾ പിന്നെ അടുത്ത മന്ത്രിയോട് 22-ാം തീയതി ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. മന്ത്രിനെ നേരിട്ട് PWD മന്ത്രിനെ ഇത് ചെയ്യാൻ. കാരണം ഇത് PWD മന്ത്രി കാണാതെയാണ് ഈ ഫയൽ തിരിച്ചയച്ചതെന്നുള്ള ഒരു ഇതും കൂടിയുണ്ട്. അപ്പോൾ നമ്മളെ വിശ്വാസം ഈ ടൂറിസത്തിനും ഇത്രയധികം പ്രാധാന്യമുള്ള സ്ഥലം, അതായത് 3 5 സ്റ്റാർ ഹോട്ടൽ നിലവിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു പിന്നെ പഞ്ചായത്ത് വേറെ ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. അപ്പോൾ ഈ സാഹചര്യങ്ങൾക്ക് കൊണ്ട് PWD ടൂറിസം വകുപ്പ് മന്ത്രിയും ഒരേ വകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വരികയാണെങ്കിൽ അദ്ദേഹം പരിഗണിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അദ്ദേഹമായിട്ടൊരു മീറ്റിങ്ങിന് നമ്മളിപ്പോൾ പിന്നെ 22-ാം തീയതി ഒരു അപ്പോയിൻമെൻറ്റ് ശ്രമിക്കുന്നുണ്ട്. ഏതായാലും മേൽപ്പാലം വേണമെന്ന കോട്ടിക്കുളംകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയായി, മറ്റ് സാങ്കേതിക നടപടികളും പൂർത്തിയായി. എന്നിട്ടും ഈ പദ്ധതി നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഏതായാലും ഈ കാര്യത്തിൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ശ്രദ്ധ അടിയന്തരമായി പതിക്കാനുണ്ട്. കാരണം അത്രത്തോളം ടൂറിസത്തിന് സാധ്യതയുള്ള ഒരു പ്രദേശമാണ് കോട്ടിക്കുളം എന്ന് പറയുന്നത്. ഇവിടുത്തെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. ഏതായാലും ഈ മേൽപ്പാല നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത്. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.